ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഏത് ടൈപ്പ് ക്ലോസറ്റുകൾ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. വാഷ് ബേസിൻ, അതുപോലെ തന്നെ ക്ലോസറ്റ്, പിന്നെ കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ബാത്റൂമിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഫ്ലോർ മൗണ്ടർ, നിലത്ത് ഉറപ്പിക്കുന്നത്, ഭിത്തി താഴത്ത് ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒറ്റ പീസ്, സിംഗിൾ പീസ് ആയിട്ടുള്ള ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ടൈപ്പ് ക്ലോസറ്റുകളാണ് ഏറ്റവും സേഫ്റ്റി. അതായത് അത്യാവശ്യം വെയിറ്റുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ക്ലോസറ്റിൽ കയറി ഇരിക്കാവുന്നതാണ് ഏറ്റവും സേഫ്റ്റി. വാൾ ഹാങ്ങിങ് ക്ലോസറ്റിനേക്കാൾ ഒരു നല്ലൊരു ശതമാനം സേഫ്റ്റി വരുന്നത് ഫ്ലോർ മൗണ്ടർ, നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റുകൾക്ക് കുറച്ച് ഫാൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ കുറച്ച് പ്രശ്നമായിരിക്കും. കാരണം വെച്ചാൽ വേറൊന്നുമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്സ് വരുന്നത്. പക്ഷേ സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ, മറ്റേതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വാൾ ഹാങ്, അതായത് നമ്മൾ ഭിത്തിയിൽ തൂക്കിയിടുന്ന ടൈപ്പിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ വളരെ കൂടുതൽ സേഫ്റ്റി ഉള്ളത് ഫ്ലോർ മൗണ്ടർ, നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. ഇനി അത് മാത്രമല്ല, ഇത് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. കണ്ടോ, നമ്മൾ ഫ്രണ്ടിൽ നിന്നും പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ബട്ടനാണ് അതിൻ്റെ ലെഡ് കണ്ടോ നീണ്ടു നിൽക്കുന്ന ആ ലീഡുണ്ട്. ആ ലീഡുകൾ ചെന്നിട്ട് ഈ പറയുന്ന സിസ്റ്റത്തിലാണ് ചെന്ന് ടച്ച് ചെയ്യുന്നത്. അതായത് കൂടുതൽ വെള്ളം വരുന്നതിനും കുറച്ച് വെള്ളം വരുന്നതിനും കറക്റ്റായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതാണ് ആ സിസ്റ്റത്തിന് വരുന്നത്. കൂടുതൽ വെള്ളം വരുന്നതും കുറച്ച് വെള്ളം വരുന്നതും രണ്ടും രണ്ട് സ്വിച്ചുകളാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഞെക്കുന്ന സമയത്ത് ആ പറയുന്ന റോഡ് വന്ന് ടച്ച് ചെയ്യുന്നത് ഇതിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ താഴേക്ക് ഞെക്കുന്ന പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഫ്ലഷിൻ്റെ സിസ്റ്റം യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഓവർഫ്ലോ ഓവർഫ്ലോ വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വാൽവ് കണ്ടോ, ഫ്ലോട്ട് വാൽവാണ് ഇപ്പുറത്ത് കാണുന്നത്, തൊട്ടുപുറത്ത് കാണുന്നത്. നമ്മൾ വെള്ളം വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരും. ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പ് ആവുന്ന സമയത്താണ് നമ്മുടെ വെള്ളം സ്റ്റോപ്പ് ആവും. അതായത് അതിൻ്റെ ലെവലിൽ കറക്റ്റ് ചെയ്യുമ്പോൾ വെള്ളം സ്റ്റോപ്പ് ആവും. ചില സമയം കംപ്ലയിൻറ്റ് വരാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം കാര്യങ്ങൾ കംപ്ലയിൻറ്റ് വരാറുള്ളത്, അത് സ്റ്റോപ്പ് ചെയ്താലും വെള്ളം കണ്ടിന്യൂസ് പോയിട്ടിരിക്കും. അതല്ലെങ്കിൽ വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക്, അതായത് ക്ലോസറ്റിലൂടെ പുറത്തേക്ക് പോയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാട്ടർ ടാങ്കിലുള്ള വെള്ളം പെട്ടെന്ന് തീർന്നു പോകും. ഇങ്ങനെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാറ്. ഈ ടൈപ്പ് മാത്രമല്ല, ഏത് ടൈപ്പ് ക്ലോസറ്റ് ആണെങ്കിലും ഇതിൻ്റെ സിസ്റ്റം കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് വരാറുള്ള രീതി അതാണ്. അതായത് നമ്മൾ അതിൻ്റെ വെള്ളം സ്റ്റോപ്പ് ആവില്ല, കുറേ വെള്ളം ക്ലോസറ്റിലൂടെ പുറത്തേക്ക് പോയിട്ടിരിക്കും. അല്ലാണ്ട് ഫ്ലഷ് കവിഞ്ഞു പോകുന്നത് വളരെ റെയർ കംപ്ലയിൻറ്റുകളാണ് വരാറ്. അതായത് ഫ്ലഷിൽ നിന്ന് പുറത്തേക്ക് ലീക്ക് വരെ പോകുന്നത് വളരെ റെയർ ആയിട്ടാണ് വരാറുള്ളത്. കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ഈ പറയുന്ന ഓവർഫ്ലോ കംപ്ലീറ്റ് ക്ലോസറ്റിലൂടെ പുറത്തേക്ക് പോയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഇതുപോലെ തന്നെ സിസ്റ്റം കംപ്ലയിൻ്റ് ആവാറുമ്പോഴാണ് സംഭവിക്കാറ്. അതിൻ്റെ വാഷ് കംപ്ലയിൻ്റ് ആകുമ്പോൾ സംഭവിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് ഉറപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉറപ്പിക്കുമ്പോൾ ഈ കമ്പനി തരുന്നൊരു ബോൾട്ട് ഉണ്ട്, അതായത് ബോൾട്ട് സെറ്റ്, സ്ക്രൂ സെറ്റ് ഉണ്ട്. അത് കൊടുക്കാതെ നമ്മൾ എക്സ്ട്രാ ഒരു SS-ൻ്റെ ബോൾട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ സ്ക്രൂ വാങ്ങിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള ഒന്നല്ലെങ്കിൽ നമുക്ക് സിലിക്കോൺ ഉപയോഗിക്കാതിരിക്കുക, ഫ്ലോറിൽ ഉറപ്പിക്കുന്ന സിലിക്കോൺ ഉറപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫ്ലോറിൽ ഉറപ്പിക്കുന്ന സമയത്ത് വൈറ്റ് സിമെൻറ്റോ അതുപോലെ തന്നെ ടൈൽ പുട്ടിയോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഉറപ്പിക്കാനായിട്ട്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന, നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ക്ലോസറ്റിൻ്റെ അകത്ത് വരുന്ന വെള്ളം ഫ്ലോ ചെയ്യുന്ന ആ ഫ്ലോട്ടുകളാണ്, അതായത് ഹോളുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു വെള്ളം വരുന്ന രീതിയിൽ, കറങ്ങുന്ന രീതിയിലാണ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് വെള്ളം നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലേഷൻ അവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നതെന്നൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒന്ന് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് കണ്ട സർക്കുലേഷൻ വരുന്ന രീതിയിലാണ് കണ്ട. ആ സർക്കുലേഷൻ വന്നിട്ട് എയർ സക്കിങ് രീതിയിലാണ് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ക്ലോസറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്കൈഫോണിക് ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ പല ടൈപ്പ് നമുക്ക് ഫ്ലോർ മൗണ്ടിൽ വയ്ക്കുന്ന ക്ലോസറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി, വാൾ ഹാങ്ങിനേക്കാൾ കൂടുതൽ ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റുകൾ തന്നെയാണ്. പിന്നെ അത് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഗ്യാപ്പുകൾ കണ്ടോ ഏറ്റവും താഴെ ഉറപ്പിക്കുന്നത്, അതൊരിക്കലും സിലിക്കോൺ ഇട്ട് ചെയ്യാതിരിക്കുക. കാരണം സിലിക്കോൺ കാര്യങ്ങളൊക്കെ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് കറുത്തു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത്. ഏറ്റവും നല്ലത് ഒന്നല്ലെങ്കിൽ വൈറ്റ്, ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്യുന്ന വൈറ്റ്, അല്ലെങ്കിൽ ടൈലിനോട് അറ്റാച്ച് ചെയ്യുന്ന കളറാണെങ്കിൽ ആ കളറിലുള്ള ടൈൽ പുട്ടി നമുക്ക് കിട്ടും. ടൈൽ പുട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.
There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great.